ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തേന്ന് പറയുന്നത് നമ്മുടെ ബോർഡ് എക്സാം കെമിസ്ട്രി +2 കെമിസ്ട്രി എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ്. ഇതിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ എഴുതിയ ആൻസേഴ്സ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് us സ്റ്റാർട്ട് ഗൈസ്. ഓക്കെ, എനിക്കുണ്ടല്ലോ ഈ ഒരു എക്സാം ഓവറോൾ നോക്കുവാണെങ്കിൽ ഫിസിക്സ് എക്സാമിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്സാം ആയിരുന്നു. കാരണം ഇതിൽ കൂടുതലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഓർഗാനിക്കിലെ ചില ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആയിരുന്നു. ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല എളുപ്പമുള്ള ഒരു ചോദ്യപേപ്പർ ആയിട്ടാണ് തോന്നിയത്. കാരണം അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിരുന്നു, നല്ല ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ 4 ദിവസം ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് അറിയാനുണ്ടായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു, തീരെ എന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യായിരുന്നു. സൗണ്ട് പോലും ഇല്ല. എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ ചാപ്റ്റർ ഞാൻ പഠിക്കുമ്പോൾ ഓരോ കുപ്പി വെള്ളം കുടിച്ചിട്ടായിരുന്നു നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട്. അതിൻ്റെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പറ്റിയെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗൈസ്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾട്ടൺ NaCl ഇലക്ട്രോളിസിസ് നടത്തി കഴിയുമ്പോൾ കാഥോഡിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഏതായിരുന്നെന്നായിരുന്നു. കാഥോഡിൽ ഞാൻ എഴുതിയത് സോഡിയം ആയിരുന്നു, കാരണം സോഡിയം ആയിരിക്കുമല്ലോ. ദെൻ ഹാഫ് ലൈഫ് പീരീഡ് എന്തിനായിരിക്കും മീൻസ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ചിലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറയുമ്പം ഓക്സലേറ്റ് അയോൺ തന്നെ ആയിരിക്കും. Cr2O4 2- എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. 4ാമത്തെ ക്വസ്റ്റിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ എന്നാലും ക്ലോറോ ബെൻസിനാണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് കറക്റ്റ് ആണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. പോളിസാക്രൈഡ് എന്ന് എനിക്കറിയായിരുന്നു, സെല്ലുലോസ് തന്നെ ആയിരുന്നു. ഫസ്റ്റ് സെക്ഷൻ കുഴപ്പമില്ലായിരുന്നടാ. കാരണം ഞാനുണ്ടല്ലോ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടെൻഷനിലായിരിക്കും ഞാൻ എക്സാം ഹോളിൽ കയറുന്നുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാറുള്ളൂ. സോ അപ്പോൾ എനിക്ക് നല്ല ആശ്വാസം പകരുന്നുണ്ടായിരുന്നു ഈ ഒരു കെമിസ്ട്രി. കാരണം എനിക്ക് ഫിസിക്സിനോ കുറേ ടൈം അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എനിക്ക് കുറേ വീഴ്ച പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനുണ്ടല്ലോ ഈ ഒരു കെമിസ്ട്രിയുടെ എക്സാം കറക്റ്റ് ഒരു 11-25 ആയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സോ എനിക്ക് സെക്കൻഡ് സെഷനിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യനും എനിക്ക് കംപ്ലീറ്റ് ആയിട്ടും അറിയത്തില്ലായിരുന്നു. കാരണം ഗിബ്സ് എനർജിയുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ നോക്കി പോയിട്ടുണ്ടായിരുന്നില്ല. ആ ഇക്വേഷൻ അതൊന്നും വരത്തില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സോ ഞാനത് നല്ലപോലെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതുകൊണ്ട് അതും എനിക്ക് അറിയത്തില്ലായിരുന്നു. സലൈൻ വാട്ടർ എന്തുകൊണ്ടാണ് മെഡിസിനുമായിട്ട് മിക്സ് ചെയ്യുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അത് 2 ഞാൻ വിട്ടിട്ടുണ്ട്. 8th ക്വസ്റ്റ്യൻ ആക്ടിവേഷൻ എനർജി ഡിഫൈൻ ചെയ്യാനായിരുന്നു, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. എഫക്ട്, ഒരു കാറ്റലിസ്റ്റിന്റെ എഫക്ട് എന്തായിരിക്കും കെമിക്കൽ റിയാക്ഷൻ, അതും എഴുതിയിട്ടുണ്ട്. എനിക്ക് 9th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. അത് ടൈം വന്നിരിക്കുന്ന മിനിറ്റിലായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ആൻസർ ലാസ്റ്റ് ചെയ്ത് കൊണ്ടെത്തിച്ചത് മിനിറ്റിൽ തന്നെ ആയിരുന്നു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് (10⁻⁻⁻1) ആയിരുന്നുള്ള യൂണിറ്റ്, അത് ഞാൻ പിന്നാണ് ആലോചിക്കുന്നത്. സോ ഞാൻ എന്നിട്ട് ലാസ്റ്റ് ആയപ്പം ആൻസർ മാത്രം ജസ്റ്റ് സെക്കൻഡിലൂടെ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓർഗാനിക്കിന് ചോദിച്ച 10th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫ്രം ആൽക്കഹോൾസ് വെച്ചിട്ടുള്ള ഒരു ഉണ്ടല്ലോ, പ്രിപ്പറേഷൻ ആൽക്കൈൽ ക്ലോറൈഡുകളെ നിർമ്മിക്കാനുള്ള ആ ഒരു ഇതായിരുന്നു എ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ CH3CH2Cl ആയിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാട്സ് റിയാക്ഷൻ ആയിരുന്നു. പിന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ SN1 SN2 ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. ക്ലോറോഫോം സ്ലോലി ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട് എയർ, അതൊരു എക്സ്ട്രീംലി പോയിസണസ് ഗ്യാസ് ആയിട്ടാണ് മാറുന്നത്. അത് ഏത് ഗ്യാസ് ആയിരുന്നു? ഫോസ്ജീൻ ആയിരുന്നു. ക്ലോറോ ബെൻസിൻ എങ്ങനെ 1-chloro-2 മീഥൈൽ ബെൻസിനായിട്ട് കൺവേർട്ട് ചെയ്യാം, ഞാനത് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ മെത്തേഡ് വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മെത്തനോൾ എങ്ങനെ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻസ് അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയായിരുന്നു എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നത്. ഗീവ് 1 കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഫോർമാൽഡിഹൈഡും അസറ്റാൽഡിഹൈഡും തമ്മിലുള്ള അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. അത് ഞാൻ ഹാലഫോം റിയാക്ഷൻ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഗീവൺ കെമിക്കൽ ടെസ്റ്റ് എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മാർക്സ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് വിവരിച്ചത് തെറ്റുമായി പോയിട്ടുണ്ട്. കാരണം ഞാൻ തിരിച്ചായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഫോർമാൽഡിഹൈഡ് ഈ ഒരു ഹാൽഫോം ടെസ്റ്റിൽ അത് പറ്റത്തില്ലല്ലോ. പക്ഷെ അസറ്റാൽഡിഹൈഡ് ഒരു യെല്ലോ സൊല്യൂഷൻ ഗീവ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ തിരിച്ചെഴുതി വെച്ചു. ഫോർമാൽഡിഹൈഡിന് യെല്ലോ സൊല്യൂഷൻ, അസറ്റാൽഡിഹൈഡ് ചെയ്യത്തില്ല എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായത്. അങ്ങനെ അതിലെനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്. നൈട്രോ ബെൻസിനെ എങ്ങനെ 2,4-ട്രൈ ബ്രോമോ അനിലീൻ ആക്കാന്നുള്ളതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു.
ഇതൊക്കെ ചെയ്തു. പിന്നെ 6th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ മാസ് കണ്ടുപിടിക്കാനായിരുന്നു. ഓസ്മോട്ടിക് പ്രഷറിന്റെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അത് വോളിയം സെന്റിമീറ്റർ ക്യൂബിലായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഞാനത് മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൺവേർഷനിലൊക്കെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ വലുതായിട്ട് അതിലോട്ട് ഇങ്ങനെ പോകുന്നില്ല. പിന്നെ ഇലക്ട്രോകെമിക്കൽ പ്രോസസ് അറസ്റ്റിംഗ് ഓഫ് അയോൺ എക്സ്പ്ലെയിൻ ചെയ്യണം, അതൊക്കെ ചെയ്തു. ഓർഡർ മോളിക്കുലാരിറ്റി ഇതൊക്കെ ഞാൻ ഉറപ്പായിട്ടും പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻഷിയേഷൻ ഒക്കെ. സോ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ അതൊക്കെ ഡയറക്റ്റ് ആയിരുന്നു. പിന്നെ എന്താണ് സിങ്ക് കാഡ്മിയം മെർക്കുറി ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതിന് കാരണം പിന്നെ ഈ ട്രാൻസിഷൻ മെറ്റൽസ് ഫോം കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, അതെനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ എന്നാലും എഴുതിയിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ആ ഒരു ഇതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ഫ്രം ക്രോമേറ്റ് ഓർ അതൊക്കെ ഡയറക്റ്റ് ആയിരുന്നു, അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2 കോർഡിനേഷൻ കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ സ്ട്രക്ചേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും, അതിന്റെ റീസൺ. പിന്നെ ടെട്രാ അമൈൻ അക്വ ക്ലോറിഡോ കൊബാൾട്ടിന്റെ ആ ഒരു ഇത് നമ്മൾ ഫോർമുല തന്നിട്ട് അത് നമ്മൾ ഇതേപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട് ആക്കി എഴുതാനുള്ളതായിരുന്നു, അതൊക്കെ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് എടുത്ത് പോകുന്നത് എന്താണെന്ന് അറിയാം, കാരണം എനിക്ക് ഒട്ടും സൗണ്ട് ഇല്ല, പെട്ടെന്ന് അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. സോ 22ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ് സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽ ഇൻ ടെട്രാഹീഡ്രൽ ഫീൽഡിന്റെ ഡയഗ്രാം വരയ്ക്കാനായിരുന്നു. പിന്നെ 1 ലിമിറ്റേഷൻസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി ആയിരുന്നു, അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പ്രോഡക്ട്സ് വെൻ ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ ആയിട്ട് ഫിനോളെ ട്രീറ്റ് ചെയ്താൽ 2,4,6 ട്രൈബ്രോമോ ഫിനോളും സിങ്ക് ഡസ്റ്റായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീനും കോൺസെൻട്രേറ്റഡ് HNO3 റിയാക്ട് ചെയ്താൽ 2,4,6 ട്രൈ നൈട്രോ ഫിനോളും ആയിരിക്കും കിട്ടുന്നതെന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. 24th ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സെയിം ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു സെയിം ഇതിൽ ക്രിസ്മസിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് എക്സാമിന്, അതുകൊണ്ട് അതൊക്കെ എഴുതാൻ പറ്റി. 25th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഒരു അമൈഡ് പ്രൈമറി അമൈനായിട്ട് മാറുന്ന ആ ഒരു റിയാക്ഷൻ BR2 ആൽക്കഹോളിക് ഏജും ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രേഡേഷൻ റിയാക്ഷൻ ആയിരുന്നു. പിന്നെ ഹിൻസ്ബർഗ് വെച്ച് പ്രൈമറി അമൈനും സെക്കൻഡറി അമൈനും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിരുന്നു. ഗ്ലോബുലാർ പ്രോട്ടീൻസും ഫൈബ്രസ് പ്രോട്ടീൻ തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീന്, അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സെഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഹെൻറീസ് ലോ അതിൻ്റെ 2 ആപ്ലിക്കേഷൻസ് എഴുതാനുണ്ടായിരുന്നു, അതും എഴുതി. പിന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഹാവിംഗ് പോസിറ്റീവ് ഡീവിയേഷൻ വരയ്ക്കാനുണ്ടായിരുന്നു, അതും വരച്ചു. പിന്നെ സെൽ റിയാക്ഷനും നോൺ സ്റ്റിക്വേഷൻ ഓഫ് എ ഡാനിയൽ സെല്ലും പിന്നെ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി ഓൺ ഡൈല്യൂഷൻ അതിൻ്റെയൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ, അതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ 29th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയുടെ 2 പോസ്റ്റുലേറ്റ്സും പിന്നെ ജോമെട്രിക്കൽ ഐസോമർ വരയ്ക്കാനും ആയിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. 13th ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, ബി പാർട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഫിനോൾ ക്യുമനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള 31 എനിക്കറിയായിരുന്നു. ആൾഡോൾ കണ്ടൻസേഷൻ വിത്ത് എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ബെൻസീനെ എങ്ങനെ ബെൻസാൾഡിഹൈഡ് ആക്കാന്നുള്ളതാണ്. ഗെറ്റർമാൻ ക്വസ്റ്റ് റിയാക്ഷൻ, എഥനോയിക് ആസിഡിനെ എഥനോൾ ആക്കാൻ റിഡക്ഷൻ. അപ്പം ഇത്രയും എഴുതിയിട്ടുണ്ട്. ഇനി എനിക്കറിയില്ല ഇതിൽ ഞാൻ ഇത് തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇതിൽ ഓവറോൾ എനിക്കിത് അത്യാവശ്യം ഫിസിക്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സാം തന്നെ ആയിരുന്നു ഈ ഒരു കെമിസ്ട്രി എക്സാം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നെക്സ്റ്റ് നമുക്ക് ഹിന്ദിക്കാർക്ക് ഹിന്ദി എക്സാം ആണ്, മലയാളംകാർക്ക് മലയാളം എക്സാം ആണ്. സോ നല്ലപോലെ നിങ്ങൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുക, അതിലും നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. കഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി കേട്ടോ, അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ പേപ്പറിൽ കിട്ടിയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.